ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്, ചിരട്ടയപ്പം. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ചിരട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സർ ജാറിൽ ഒരു തേങ്ങ മുഴുവനായിട്ട് ചെറുകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ മാത്രമായിട്ടും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ തേങ്ങയും കൂടി എടുക്കുന്നുണ്ട്. 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കുന്നതാണ് നല്ലത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. അതിനായിട്ട് ഞാനൊരു 200 ഗ്രാം ശർക്കരയും കുറച്ച് വെള്ളം കൂടി നന്നായിട്ട് തിളപ്പിച്ച് പാനിയാക്കിയിട്ട് അരിച്ചെടുത്തതാണ് വേണ്ടത്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി അടുത്തായിട്ട് വേണ്ടത് ചിരട്ടയാണ്. ചിരട്ടയില്ലാത്തവർക്ക് ഇഡ്ഡലിത്തട്ടിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചിരട്ട നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ചേരുവകളെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ആദ്യം നമുക്ക് ശർക്കര പാനി ഒരു പകുതി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ബാക്കി കൂടി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. വെള്ളം അധികം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആക്കാം, കുഴപ്പമില്ല. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ ഈ ബൗൾ കുറച്ച് ചെറുതാണ്, അതുകൊണ്ട് ഞാൻ ബൗളൊന്ന് മാറ്റുവാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിരട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ചിരട്ടയിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ ചിരട്ടയിലല്ല വേറൊരു പ്ലേറ്റിലോട്ടോ മറ്റോ സെർവ് ചെയ്യുകയാണെങ്കിൽ ചിരട്ടയിലേക്ക് കുറച്ച് എണ്ണയും കൂടി തടവി കൊടുക്കുക. അപ്പോൾ അത് സ്മൂത്തായിട്ട് ഇളകി വന്നോളും. ഇനി ഇതിലേക്ക് ബാറ്റർ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ബാറ്റർ ചിരട്ടയിലെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇഡ്ഡലിക്കൂട്ടത്തിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് തട്ട് വെച്ചിട്ട് 3 എണ്ണം വീതമാണ് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി വെച്ച് കൊടുക്കാം, കുഴപ്പമില്ല. ഇത് ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിന് നമുക്ക് അടച്ചു വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കി ഇരിക്കുന്ന കൂടി ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിരട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് തണുത്തതിന് ശേഷം കഴിക്കാനാണ് കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിതൊന്ന് മുറിച്ചുകൂടി കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ചിരട്ടയപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.